തിരൂർ നഗരത്തിലെ റോഡ് വികസനത്തിന് ഭൂമി വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ടും തിരൂർ സ്റ്റേഡിയം വിഷയത്തിലും വി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ തള്ളി തിരൂർ മുനിസിപ്പൽ UDF നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് തെറ്റിദ്ധാരണകരമായ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരൂരിലെ ജില്ലാ ആശുപത്രിയുടെ മുമ്പിലേക്ക് കൂടി പോകുന്ന റോഡ്, ആ റോഡിന് സ്ഥലം വിട്ടുതന്നതുമായി ബന്ധപ്പെട്ട് ചില വാഗ്വാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നഗരസഭയുടെ റോഡ് വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ആ റോഡിന് നിലവിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഉടമസ്ഥതയിലുള്ള ആ സ്ഥലം വിട്ടു തന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കെ നിലവിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ബഹുമാന്യനായ തിരൂർ നഗരസഭ ചെയർപേഴ്സണും അന്ന് ആ സ്ഥലം ഏറ്റെടുപ്പ് നടക്കുമ്പോൾ നഗരഭരണത്തിന് നേതൃത്വം നൽകിയ പ്രിയങ്കരിയായ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയും അഭിനന്ദനായ UDFൻ്റെ ചെയർമാൻ യാസിർ പയ്യോളിയും സെക്രട്ടറി കൺവീനർ UDFൻ്റെ കൺവീനർ PV സമദും ഉൾപ്പെടെ ഇതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ഭരണസമിതി കാലത്തും ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഏതാണ്ട് 60ഓളം കുടുംബങ്ങൾ 3 കോടി രൂപയിലധികം മുതൽ മുടക്കുള്ള സ്ഥലം സ്വമേധയാ വിട്ടുതരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അവർക്കാർക്കും ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് ഈ നമ്മുടെ സ്ഥാനാർത്ഥി ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതിൽ വളരെയധികം പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇനി മുമ്പൊക്കെ സ്ഥലം വിട്ടു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വികസനങ്ങൾ നടക്കുമ്പോൾ അതിനാദ്യം സ്ഥലം തന്ന് മാതൃക കാണിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ പോയി എല്ലാവരോടും ഈ മറ്റ് 60 അംഗങ്ങളോടും ചോദിച്ച പോലെ അതിനേക്കാൾ ഭവ്യതയോടെ, കാരണം അദ്ദേഹം ആ സമയത്ത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള ഒന്നും ഉണ്ടായില്ല. ഗവൺമെൻറ്റിൽ നിന്നൊരു ജിയോ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ജിയോ ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന ആൾ എന്ന നിലയിൽ ആ ജിയോ ഞങ്ങൾക്ക് എത്തിച്ചു തരേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് സങ്കടത്തോടെ അറിയിക്കുകയാണ്. പിന്നെ മാത്രമല്ല, അവരുടെ ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ കീഴിൽ നിൽക്കുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഞങ്ങൾക്ക് ഈ ഒരു അന്നത്തെ വക്കീൽ ദിനേഷ് പുകയിൽ എന്ന് പറഞ്ഞ വക്കീലുണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് അതിൻ്റെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞ എല്ലാ കണ്ടീഷനും പാലിച്ചുകൊണ്ട് അവരുടെ മതിൽ പൊളിച്ച് കെട്ടാൻ അനുമതി തരികയും ഞങ്ങൾ ഈ ഒരു കണ്ടീഷന് മാത്രം പാലിച്ചുകൊണ്ട് അർബൻ ബാങ്കിൻ്റെ സ്ഥലം പോലും നമ്മൾ വിട്ടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും, തിരൂർക്കാർക്ക് ആർക്ക് വേണമെങ്കിലും പോയി നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു സാഹചര്യം നിലനിൽക്കെ പിന്നെ വീണ്ടും ഇലക്ഷനെ നേരിടുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ അത് തീർത്തും തെറ്റായൊരു നടപടിയാണ്. ഇനി മുമ്പൊക്കെ വിട്ടു തന്നിട്ടുണ്ട്, ആധാരത്തിൽ വിട്ടു തന്നിട്ടുണ്ട്, ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വികസനം വരുമ്പോൾ അതിൽ ആദ്യം വീണ്ടും തന്ന് മാതൃക കാണിക്കേണ്ട ഒരാളായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ് ഓർഡർ വേണം ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ബിൽഡിങ്ങിന്, അതായത് ഒരു നഗരസഭയാണ് ബിൽഡിങ്ങിന് പെർമിറ്റ് കൊടുക്കുന്നത്. അതിലുള്ള റിലാക്സ് മുഴുവൻ കൊടുക്കുന്നത് നഗരസഭയാണ്. ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോൾ റിലാക്സ് കൊടുക്കുന്ന നഗരസഭ തന്നെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നഗരസഭൻ്റെ ലെറ്റർ ഹെഡിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റിലാക്സ് എഴുതി തരാമെന്ന് നേരിട്ട് സംസാരിക്കേണ്ടായി. നഗരസഭേൻ്റെ ലെറ്റർ ഹെഡിൽ റിലാക്സ് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് പറ്റൂല, ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞു. ഒരു ഉണ്ടാക്കി കഴിഞ്ഞ ബിൽഡിങ്ങിന് പുതിയ റിലാക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനാണ് പുതിയ നിയമങ്ങളും അല്ലെങ്കിൽ ഇളവുകളൊക്കെ ആവശ്യമുള്ളത്. ഉണ്ടാക്കി കഴിഞ്ഞ ബിൽഡിങ്ങാണ്, അതിന് പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എന്നിരുന്നാലും ആ ഒരു വാശിപ്പുറത്ത് ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ സർക്കാരിലേക്ക് കത്തയക്കുകയും ഈ ഒരു തരത്തിലുള്ള ഇളവ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ ആ കത്ത് എളുപ്പമാക്കിയിട്ട് അവരത് മറ്റുള്ളവർക്കും കൂടി സപ്പോർട്ട് ചെയ്യും. കാരണം വിട്ടു തന്നവർക്ക് കൂടി ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി തരാനുള്ള സിറ്റുവേഷനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നിർഭാഗ്യവശാൽ ഉണ്ടായില്ല. അതാണ് ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തരാതെ വരുമ്പോൾ അത്രയും കാലമായിട്ട് വളരെ ഇടുങ്ങിയ കേടായ റോഡ് ഇത്രയും നല്ല രീതിയിൽ റബ്ബറൈസ് ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ഒരു പ്രയാസമാണ്. സ്വാഭാവികമായും ഇലക്ഷൻ ആകുമ്പോൾ ഇത് എല്ലാവരും പറഞ്ഞു തന്നെ ചെയ്യും. ആ സമയത്ത് പിന്നെ ആധാരം കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ആധാരമല്ല നിലനിൽക്കുന്നത്. അവിടെ പോയി ഏതൊരു മനുഷ്യനും നേരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ റോഡ് നിലനിൽക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നോക്കി കാണേണ്ട യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പറഞ്ഞ് അതിനെ വളച്ചൊടിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
എല്ലാ റോഡ് അതൊക്കെ ഉണ്ടാവും. ടാപ്പ് ഇപ്പം ഇലക്ഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതുവരെ ഈ ഒരു റോഡിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിന് വേണ്ടി ഓടി നടന്നിട്ടുള്ളത്. ഒരുപാട് ആളുകളെടുത്ത് പോയിട്ടുണ്ട്. കുറേ ആളുകൾ നല്ല രീതിയിൽ സ്വമേധയാ ഭാവിയിലേക്ക് ഇത് ആവശ്യമാണ് എന്നുള്ള നിലക്ക് ഇത് വിട്ടു തന്നവരുണ്ട്. കുറേ ആൾക്കാർ ഇതിന് വിയോജിച്ച് നിലനിന്ന കുറേ ആളുകളുണ്ട്. അവിടെ ചില ആൾക്കാർ ഇനിയിപ്പോഴും 5-6 പ്ലോട്ടുകൾ ഇനിയും വിട്ട് കിട്ടാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനെ അല്ല ഉണ്ടാവേണ്ടിയിരുന്നത്. ആദ്യം സ്ഥലം ചോദിച്ച പാടെ ആദ്യം ഇത് വിട്ടുതരികയും അതിലേക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഇനിയിപ്പോൾ ഗവൺമെൻറ് ജിയോ വേണമെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് കൂടി എത്തിച്ചു തരാൻ അന്നത്തെ സാഹചര്യം അനുസരിച്ച് കെൽപ്പുള്ള ആളായിരുന്നു ഇപ്പോഴത്തെ ഇടത് സ്ഥാനാർത്ഥി എന്നാണ്. ഇല്ല, അവർ തയ്യാറായിട്ടില്ല. അതായത് ഗവൺമെന്റിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ TV-യുടെ ചില ഭാഗങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ റോഡിൽ പ്രത്യേകമായി ഗവൺമെന്റിന്റെ ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. LIC-യുടെ സ്ഥാപനമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ. താഴെ ഒരു LP സ്കൂളുണ്ട്, ജില്ലാ ഹോസ്പിറ്റലിന്റെ കമൗണ്ട്, തൊട്ടടുത്ത് UP സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അർബൻ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ വിട്ടു നൽകുകയും ഈ വ്യക്തി മാത്രം വിട്ടു നൽകാത്തത് റോഡിലേക്ക് തള്ളി നിൽക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അത് നോക്കിക്കാണുന്ന സമൂഹത്തിന് മനസ്സിലാവും അത് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത്. അവിടെ ഒരു രേഖയും അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ പിന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ കടന്നു വരുന്ന ആ പ്രദേശം, ആ മതിൽ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ഹോസ്പിറ്റൽ കമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് കണ്ട് 3 അടിയോളം പുറത്തേക്ക് തള്ളി നിൽക്കുകയാണല്ലോ. ഇദ്ദേഹം എന്ത് രേഖ പിന്നെ ഡോക്യുമെൻ്റ് അവതരിപ്പിച്ചാലും അത് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരായ നമുക്ക് തിരിച്ചറിയാം ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ മാതൃക കാണിക്കേണ്ട വ്യക്തിയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ദീർഘകാലം 10 കൊല്ലം പിന്നെ MLA ആയി പ്രവർത്തിച്ച, 5 കൊല്ലം മന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ അറിയാം. ഇവിടെ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇടതുപക്ഷം ഭരിച്ച സമയത്തും ഇതേപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിന് കൊടുക്കുന്നതിന് എതിരായിട്ടുള്ള സമീപനമാണ് ഈ LDF ഭരിച്ച സമയത്തും നമ്മളെ പിന്നെ കൗൺസിൽ എടുത്ത തീരുമാനം. അത് തിരൂരിലെ ജനങ്ങളുടെ ഒരു വികാരമാണത്. സ്വാഭാവികമായിട്ടും പിന്നീട് വന്ന നസീമയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലും ആ തീരുമാനം അതേപടി ശക്തമായിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരൂർ സ്റ്റേഡിയം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു പൊതു സ്വത്താണ്. അത് ഏതെങ്കിലും സ്പോർട്സ് കൗൺസിൽ ഇപ്പോൾ ഈ പറയുന്ന ആൾ ഉണ്ടാക്കിയെന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിയാലിൽ അവിടുത്തെ ഫിഷറീസ് ഗ്രൗണ്ടിൽ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ അതൊരു പട്ടുറുമാൽ സ്റ്റേഡിയമായിട്ട് മാറുന്ന അതിനുശേഷം ഒരു കായിക പരിപാടി പോലും അവിടെ മത്സരമോ ഫുട്ബോൾ മാച്ചോ ഒന്നും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ നേരത്തെ ഇപ്പോൾ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വികസനത്തിൻ്റെ ഒരു ആൾരൂപമായിട്ട് കൊണ്ടുവരുന്നവരുടെ കൃത്യമായ എന്താ പറയുക കപടമുഖം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു. കൃത്യമായ സോഷ്യൽ മീഡിയ പ്രചാരണം വഴി ഇതിലെ പൊള്ളത്തരങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി ജനത്തിന് ബോധ്യമായി. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഏതോ ഒരു ആധാരവും എടുത്ത് പൊക്കിപ്പിടിച്ച് ഈ സ്ഥാനാർത്ഥിക്കും വലിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടാണ് CPM-ന്റെ നേതാക്കളുടെ ഒരു അപജയം കാണിക്കുന്നത്. കാരണം ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ ജില്ലാതലത്തിലുള്ള 2 നേതാക്കന്മാർ ഈ രൂപത്തിൽ ഈ ഒരു വികസന സംവിധാനത്തെ ോട് എതിർപ്പ് നിന്നവരെ ന്യായീകരിക്കേണ്ട ഗതികേട് ആ പത്രസമ്മേളനത്തിൽ കാണുകയുണ്ടായി. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സഖാവ് ജയൻ. അദ്ദേഹം ചെയർമാനായിട്ടുള്ള അർബൻ ബാങ്ക് വളരെ നല്ല നിലയിലാണ് നമ്മുടെ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയുമായി സഹകരിച്ചത്. അതേസമയം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം വികസനങ്ങൾക്ക് മാതൃകയാവേണ്ട ജനപ്രതിനിധി ഒരു ജിയോൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ജിയോയും പിന്നെ അർബൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടില്ല. അവർ സ്വാഭാവികമായും എക്സംഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് തന്നെ കൗൺസിൽ യോഗം ചേർന്ന് സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ പിന്നെ ഈ വികസന വിരുദ്ധ സ്വന്തം കാര്യം വരുമ്പോൾ ഒരു വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വികസനത്തിൻ്റെ ഒരു അംബാസഡറായിട്ട് നടക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൃത്യമായ പ്രചരണം അത് ജനങ്ങൾ എന്നോ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്ക് പോയി നോക്കിയാലും കാണാം ആ റോഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട്
ഈ പിന്നെ UDF ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഈ പൊള്ളത്തരങ്ങൾ കൃത്യമായിട്ട് തന്നെ UDF തുറന്നു കാണിക്കും, അതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം കൂടി ചെയർപേഴ്സൺ പറയേണ്ടതുണ്ട്. ഇവിടെ പാർട്ടി ലീഡേഴ്സൊക്കെ ഉണ്ട്. ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ ഒരു ചോദ്യം ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും ചെയർപേഴ്സൺ ആ കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം. സ്റ്റേഡിയത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിന് 10 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്പോർട്സ് കൗൺസിലിന് വിട്ടുകൊടുത്താൽ മാത്രമാണ് 10 കോടി രൂപ തരികയുള്ളൂ. ഞാൻ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സ്പോർട്സ് കൗൺസിലിന് വിട്ടുകൊടുത്ത ചെയർമാന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ മലപ്പുറം ചെയർമാൻ, അതേപോലെ മഞ്ചേരി വയനാട് സ്റ്റേഡിയത്തിൻ്റെയും കോട്ടപ്പടി സ്റ്റേഡിയത്തിൻ്റെയൊക്കെ പിന്നെ ചെയർമാന്മാരോട് ചോദിച്ചാൽ അറിയാം ഇന്നത്തെ അവിടുത്തെ അവസ്ഥ. ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് നമ്മൾ വന്നതിന് ശേഷം, അത് തുറന്നു കൊടുത്തതിന് ശേഷം ഈ പിന്നെ സ്റ്റേഡിയത്തിൽ രാവിലെ പ്രഭാത സവാരിക്കായിട്ട് നടക്കുന്നത്. ഈ ആളുകൾക്കൊന്നും കിട്ടാതെ ഏറ്റവും നല്ലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അത് അടച്ചിടുന്ന ഒരു സാഹചര്യം വരരുത് എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ മുമ്പും അദ്ദേഹത്തോട് ഞാൻ പലതവണ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ഇതിനു വേണ്ടി ഒരു MOU ഉണ്ട്. ഈ MOUയിൽ 2-3 ക്ലോസുകൾ മാത്രം ചേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ക്ലോസുകളും ചേഞ്ച് ചെയ്ത് തരാത്തത് കൊണ്ടാണ് നമുക്ക് ആ കാശ് ഏറ്റെടുക്കാനും ഇത് ഈ 10 കോടി രൂപ വെച്ച് നവീകരിക്കാനും കഴിയാതെ പോയത്. ഏതാണ്ട് 400 കോടി രൂപയുടെ ഒരു വസ്തു വെറും 10 കോടി രൂപയ്ക്ക് വേണ്ടി മാത്രം തീരെഴുതി കൊടുക്കുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന സാഹചര്യം ഇല്ലാതാവുമെന്ന് കരുതിയിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളതന്ന് വിട്ടുകൊടുക്കാതിരുന്നത്. ഇനി ഭാവിയിൽ ഈ MOUവിൽ വല്ല മാറ്റങ്ങളും വരുത്തി ഗവൺമെൻറ് നിയമങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ നമുക്കത് അതിനനുസരിച്ച രീതിയിലുള്ളത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നല്ലാതെ ഒരിക്കലും സ്പോർട്സ് കൗൺസിലിന് എഴുതി കൊടുത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു നഷ്ടം സഹിക്കാൻ നഗരസഭ ഒരിക്കലും, ബഹുമാനപ്പെട്ട ചെയർമാൻ പോലും അതിന് തയ്യാറാവരുതെന്ന് കൂടിയാണ് എനിക്ക് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്.